മണിപ്പൂരിൽ സംഘർഷം തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഉന്നതതല സുരക്ഷാ യോഗം നടക്കുന്നു. കൂടുതൽ പോലീസ് ടീമുകളും സുരക്ഷാ സൈന്യവും പ്രദേശത്ത് എത്തിക്കഴിഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ കുക്കി വിഭാഗം എന്ന് മണിപ്പൂർ പോലീസ് പറയുന്നുണ്ട്. വിനീത വിജി ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിപ്പൂരിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. ആ സാഹചര്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നത്. ഒപ്പം തന്നെ ഈ പ്രശ്നബാധിത മേഖലകളിലൊക്കെ കൂടുതൽ സുരക്ഷാ സൈന്യത്തെ ആ മേഖലകളിലേക്കൊക്കെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. പൂർണ്ണ സമയത്തും പെട്രോളിങ്ങിനായി പ്രത്യേകം ഹെലികോപ്റ്ററും വിന്യസിച്ചിരിക്കുകയാണ്. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ കുക്കി വിഭാഗം എന്നാണ് മണിപ്പൂർ പോലീസ് പറയുന്നത്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോളേജുകൾക്കൊക്കെ ഈ മണിപ്പൂരിൽ അവധി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ആക്രമണം നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് കൂടി അവർ അറിയിച്ചിട്ടുണ്ട്, അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ വലിയ രീതിയിലാണ് ആ മേഖലകളിലേക്കൊക്കെ ഈ റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നത്. ഇന്നലെ വീണ്ടും ആ ആക്രമണം ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് ഈ സുരക്ഷ അടിയന്തരമായി മുൻനിർത്തിക്കൊണ്ട് പ്രത്യേകമായി യോഗം ചേർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ മുൻ മുഖ്യമന്ത്രിയുടെ വീടിന് സമീപവും ഒപ്പം തന്നെ മറ്റൊരിടത്തുമാണ് ഈ സമാനമായിട്ടുള്ള റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. ഇന്നലെ ഉണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ ആ മേഖലയിലെ ഒരു പ്രദേശവാസി കൊല്ലപ്പെടുകയും ഒപ്പം തന്നെ 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ആരോഗ്യനില നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ മലയോര മേഖലകളിൽ നിന്നൊക്കെയാണ് ഈ കുക്കി വിഭാഗക്കാർ കൂടുതലായി ആക്രമണം ആ മേഖലകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. തുടർന്ന് മണിപ്പൂർ പോലീസ് ആ മേഖലകളിലേക്കൊക്കെ തന്നെ പ്രത്യേകമായി സുരക്ഷാ ക്രമീകരണങ്ങളും കൂടുതൽ പോലീസ് സേനയെയും അവിടെ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എസ്കെ.